ഉന്നതമായ വാക്കാണ്. അവിടുത്തെ നാവിൽ നിന്ന് എന്ത് വരുന്നോ അതിനെ കബൂൽ ചെയ്യൽ, അത് സ്വീകരിക്കൽ, അത് അംഗീകരിച്ചു കൊടുക്കൽ, അതാണ് ഈമാൻ, അതാണ് ദീന്, അതാണ് ഹഖായ ദീനിന്റെ അടിസ്ഥാനം. അല്ലാതെ ശൈഖുന മടവൂര് പറഞ്ഞതിനെ ഇഅ്തിറാദ് ചെയ്യലല്ല. ഉന്നതമായ വാക്കാണത്. അവിടുത്തെ നാവിൽ നിന്ന് എന്ത് വരുന്നോ അതിനെ കബൂൽ ചെയ്യൽ നിർബന്ധമാണ്. അത് നമ്മൾ അംഗീകരിക്കണം, സ്വീകരിക്കണം, അതിനെ ഇഅ്തിറാദ് ചെയ്യാൻ പാടില്ല. അവിടുത്തെ നാവിൽ നിന്ന് വന്ന വാക്കാണെന്ത്? എപ്പിസ്ഥാനിന്റെ മുള്ളാത്തങ്ങളും കൂടെ നിന്നോടി, ഓരെ ഞാൻ ദീൻ പറയാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എപ്പിസ്ഥാൻ മുള്ളാത്തങ്ങളും ഹക്കാണ്, സമസ്ത ഒന്ന് മാത്രമേ ഉള്ളൂ, ഓരെ പിന്നിൽ നിന്നോടി. നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണോ എപ്പിസ്ഥാനിന്റെ കൂടെ നിന്നോടി എന്ന് സി എം വലുതായി പറഞ്ഞിട്ടുണ്ട്. അതിൽ തുർത്തനോട് പറഞ്ഞിട്ടുണ്ട്, നൗഷാദ് തന്നെ പറയണേ. അപ്പൊ സ്വർഗത്തിൽ കിടക്കണമെങ്കിൽ, സ്വർഗത്തിലെ വിഷയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് സ്വർഗത്തിൽ വരെയുള്ള കണക്ഷനാണ്. മനസ്സിലായോ? ഇവിടെ നിന്ന് സ്വർഗം നോക്കി കണ്ട ആളാ സി എം വലുതായി, അത്ര പവറാണ്. പിന്നെ സ്വർഗത്തിലുള്ള വിഷയം പിന്നെ ഇങ്ങോട്ട് മാറ്റലേ, അത് നമുക്ക് മനസ്സിലാകത്ത്. അവിടെ സ്വർഗത്തിൽ കണ്ടു, അവിടെ കണ്ടിട്ട് അത് എഴുതി പറയണ്ടേ, എവിടുന്നാജ് വരണ്ടേ ഇജും എൻ്റെ മുനിതന്മാരൊക്കെ സ്വർഗത്തിൽ അവിടെ നേരിട്ട് കണ്ടിട്ടാണോ ഇവിടുന്ന് ഇത് പറയണ്ടേ? നിങ്ങൾ സ്വർഗത്തിലുണ്ട്, സ്വർഗത്തിൽ കിടക്കണോ സ്ഥാനത്തിൽ നോടി, അവിടെ ഇങ്ങനെ പോയാൽ എബിസ്ഥാൻ സ്വർഗത്തിലുണ്ട്. അതിന് പിന്നെ വല്ലാമിൻ്റെ തെളിവും അതേമാതിരി കാറുവിൻ്റെ എത്തും കൊടുത്തിട്ട് കാര്യമുണ്ടോ? അതെ, കാര്യമുണ്ടോ? അതൊക്കെ പൊട്ടി പാളിസായ ചങ്ങായി. അത് അൻ്റെ ശേഷിൻ്റെയും മറ്റേ ചങ്ങായി ഉണ്ടല്ലോ, അയാളെയും വാക്കല്ലേ, മനസ്സിലാക്കിക്കോ. അത് സി എം എൽ വാക്കാം, അത് മാറ്റണ്ടാവില്ല പറഞ്ഞാൽ മാറ്റണ്ടാവില്ല. അത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, മാറ്റണ്ടാവില്ല. ഇനി മാറും നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാൻ മാത്രം പൊട്ടന്മാരില്ല. നിങ്ങൾ സി എം എൽ എന്ന് പറഞ്ഞാൽ മാറ്റണ്ടാവില്ല എന്ന് എൻ്റെ നാവെന്ന് പറഞ്ഞിട്ടുണ്ടോ? സി എം എൽ മാറ്റണ്ടാവില്ല, എന്നൊക്കെ മാറ്റണ്ടായിരുന്നു. അവിടെ കേട്ടെ. അപ്പോൾ ആ ഇതൊന്നും പറഞ്ഞു തരണ്ട. ഇനി കുഞ്ഞാന്ന് പറഞ്ഞിരും സി എം എൽ വാക്കിനെ പറ്റി. കുഞ്ഞാമ്മ ഒന്ന് പറഞ്ഞെടുത്താ സി എം എൽ വാക്കിനെ പറ്റി. അപ്പോൾ സി എം എൽ ആണ് പറഞ്ഞത് എപ്പിസ്ഥാനും വിവാദങ്ങളും പിന്നീട് നിൽക്കാൻ. അതേപോലെ അത്ര ആണായിട്ട് പറയണ്ടേ, മനസ്സിലായി? ആ വാക്ക് അത്ര ഉന്നതമായ വാക്കാണ്. അത് ശേഷം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിനെ എത്ര ചെയ്യാൻ പാടില്ല, ചോദ്യം ചെയ്യാൻ പാടില്ല. നിങ്ങളതിനെ ചോദ്യം ചെയ്യപ്പോൾ സി എം എൽ തന്നെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് നിഷേധിക്കപ്പം അതിന് സ്ഥാനത്തില്ല, അത് വിശ്വസിക്കാൻ പറ്റിയ ആൾക്കാർ പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളാൻ നോക്കി. അപ്പോൾ നമ്മൾ ഇത് പറഞ്ഞപ്പോൾ പിന്നെ മറ്റു നിരക്ക് തള്ളാൻ നോക്കി. നിങ്ങൾ തള്ളുകയാണ്. പക്ഷേ നിങ്ങൾ പുറത്തു പോകുന്നല്ലാതെ സി എം എൽ വാക്ക് ഒരിക്കലും പുറത്തു പോകില്ല. ഇനി കുഞ്ഞമ്മ പറഞ്ഞാൽ ഞാൻ കേൾപ്പിച്ചതാണ്. അത് ശൈഖുനാക്ക് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എന്റെ അമാനില്ലതെന്നോവർ. പറയൂ എന്ന് എന്നോട് പറയപ്പെട്ടിട്ടല്ലാതെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി, മശായിഖന്മാർ, ഔലിയാക്കൾ അവർക്ക് ലഭിക്കുന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്ന വാക്കാണത്. അപ്പൊ സി എം വലിയുള്ളാഹി പറഞ്ഞത് എന്താ? സി എം വലിയുള്ള പറഞ്ഞത് നിങ്ങൾ എപ്പിസ്ഥാനിൽ മുള്ളാളുടെ കൂടെ നിന്നോടി, നിങ്ങൾക്ക് സ്വർഗത്തിൽ കിടക്കണോ എപ്പിസ്ഥാന്റെ പിന്നിൽ നിന്നോടി. അത് സി എം വലിയുള്ളാഹി പറഞ്ഞത് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. മനസ്സിലായോ? മശായിഖന്മാർ അങ്ങനെ പറയുള്ളൂ. ചൊല്ലില്ല ഞാനൊന്നും എന്നോട് ചൊല്ലാതെ, ചൊല്ലി നീ എന്റെ അമാനില്ലതെന്നോവർ. മനസ്സിലായോ? അപ്പൊ അള്ളാഹിന്റെ ഏകലില്ലാതെ പറയരുതോ, അതാണ് പറഞ്ഞത്. സ്വർഗത്തിൽ കിടക്കണോ നിങ്ങൾ ഉസ്താദിന്റെ പിന്നിൽ നിന്നോടി. ആ വാക്കുണ്ടല്ലോ, ആ വാക്കിൽ മാറ്റം ഉണ്ടാവില്ല. അത് സ്വർഗ വിഷയം, സ്വർഗത്തിന്റെ ഉള്ളിൽ നിന്നാണ് സംസാരിക്കേണ്ടത്. മനസ്സിലായോ? പിന്നെ അതിന്റെ എതിരില്ല മറ്റേത് കൊണ്ടിട്ടുണ്ട്. അതൊക്കെ സ്ഥിരപ്പെട്ട് കഴിഞ്ഞതാണ്. ഇവിടെ സ്വർഗം നോക്കിയാണ് പറയുന്നത്. ദുനിയാവിൽ നിന്ന് സ്വർഗത്തേക്ക് നോക്കി വേപ്പിസ്ഥാനുണ്ട്, വേപ്പിസ്ഥാന്റെ പിന്നിൽ ആളുകളുണ്ട്. അപ്പം നിങ്ങൾ ഇഷ്ടാന്റെ പിന്നിൽ തന്നെ നിന്നോടി. ആ റൂട്ടാണത്. അത് അള്ളാന്റെ ഏകലോട് കൂടി, അള്ളാന്റെ സമ്മതത്തോടു കൂടി, അള്ളാന്റെ കൽപ്പനയോട് കൂടി ചൊല്ല് നീ എന്റെ അമാനിൽ അതൊന്നോ പറഞ്ഞില്ലേ. പറഞ്ഞോളി ശേഖാവർകളെ. അങ്ങനെ നിർദ്ദേശം കിട്ടി പറഞ്ഞതാ. അതിനെ തകർക്കാൻ നൗഷാദ് എന്നല്ല, എൻ്റെ കുരുവട്ടുള്ള ഷേഖ് എന്നല്ല, അതിന്റെ അപ്പുറമുള്ള ഷേഖ് എന്നല്ല, ഒരാൾ വിചാരിച്ചും സാധ്യമല്ല. മനസ്സിലാക്കിക്കോ. നിങ്ങളെ വാക്കല്ലേ ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറഞ്ഞു, എത്ര മാറ്റി പറഞ്ഞ എങ്ങനെ ഷെയ്ഖാനെ ഞാന്ന് പറയുന്നത് മാറ്റി പറഞ്ഞു. ശംസുലമന്റെ മാത്രം ഞങ്ങൾ മുമ്പും പറഞ്ഞിരിക്കണേ. ഇപ്പൊ പറയുമ്പോൾ വിചാരിച്ചു മറ്റാരെയും സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയാണ്. അല്ല, ഞങ്ങൾ ആദ്യം പറയണ്ടേ എന്ന് പറഞ്ഞ ഷെയ്ഖ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ശംസുലമന് മാത്രം നേരെ പറഞ്ഞിട്ടില്ല. 2 ക്ലിപ്പ് ഞാൻ അതാ മുകളിലിട്ടിങ്ങനെ കണ്ടോക്കി. അതാ വലിയാണ്. അതാ സി എം വൈലാന്ന് വിചാരിച്ചെങ്കിൽ സി എം വൈലാന്റെ ഊര് കൂടെ പോയിക്കാൻ പറയുന്നത് എന്നിട്ടല്ലേ സി എം വൈലാന്റെ ആൾക്കാരാന്ന് പറഞ്ഞ് നടക്കുക. സി എം വൈലാന്റെ വാക്കും തള്ളിക്കാണ്ട് വെറും സി എം വൈലിൽ ബന്ധം ഒരു ബന്ധമില്ല. കയ്യിൽ ഒരു ബന്ധമില്ല. ഇല്ലാന്നില്ലേ തെളിവപ്പോൾ ഞാൻ ഇട്ട ക്ലിപ്പുകളൊക്കെ. നിങ്ങളുടെ ആവശ്യത്തിന് സി എം വൈലാന്റെ വാക്ക് മാറും, നിങ്ങളുടെ ആവശ്യത്തിന് സി എം വൈല പറഞ്ഞാൽ മാറും. അപ്പോൾ സി എം വൈല മുതപ്പില്ലായ്മല്ല, കുറ്റുപില്ലായ്മൊന്നുമല്ല. ലോകം നിയന്ത്രിക്കുന്ന സി എം വൈലൊക്കെ അറിയാതെ എപ്പിസ്ഥാനെ പറ്റി. ലോകം നിയന്ത്രിക്കുന്ന ആളുകൾ പറഞ്ഞാൽ വരാൻ പോകണം ശേഷമുള്ള കാര്യമോ അല്ലാത്ത ആൾക്കാർക്ക് അറിയിച്ചു കൊടുക്കും. മനസ്സിലായി? എല്ലാ സംഘം ദുനിയാവിലെ എല്ലാ ഇൽമും അറിയിച്ചു കൊടുക്കും. ഒരു ലൗഹുൽ മഹ്ഫൂദ് നോക്കി വിവരങ്ങൾ പറയും. ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്താത്ത ഇൽമില്ല. കഴിഞ്ഞതും വരാൻ പോയതും എല്ലാം ലൗഹിലുണ്ട്. അത് ഖുർആൻ പറഞ്ഞല്ലേ? എത്ര സ്ഥലത്ത് ഖുർആനിലുണ്ട് കയ്യെ, എത്ര സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നിങ്ങൾ സി എം വൈലാന്റെ മാർഗത്തിലുണ്ടാന്ന് വളരെ വ്യക്തം.